ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ഡോൾ കേക്കാണ്. കേക്കിൻ്റെ മോൾഡൊന്നും ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ കേക്കിനായിട്ട് ആദ്യം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനായിട്ട് 3/4 കപ്പ് മൈദയും നമ്മളതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. നമ്മളെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അളവായിട്ട് തന്നെ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. എന്നതിന് ശേഷം നമ്മളതിലേക്ക് ഇനി ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം. എന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ അരിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ 3 പ്രാവശ്യം അരിച്ചെടുക്കാനായിട്ട് നോക്കുക. ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല കേക്ക് സോഫ്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് അരിച്ചെടുക്കണം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മൈദയിലൊക്കെ കട്ടകളുണ്ടാവും, അതില്ലാതിരിക്കാനും വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നതിന് ശേഷം നമ്മൾ വേറൊരു ബൗൾ എടുക്കുക. വേറൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 4 എഗ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ എഗ് വൈറ്റ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. 4 എഗ്ഗ് ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല. എഗ് വൈറ്റ് മാത്രം ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ബാറ്റർ ബീറ്റായി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 മുട്ട ഫുള്ളായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. യെല്ലോയും വൈറ്റും കൂടി ആഡ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ വൈറ്റ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായി ബീറ്റായ ശേഷം നമ്മളിതിലേക്ക് ഇനി ഷുഗർ പൗഡർ ആഡ് ചെയ്യണം. ഞാൻ ഷുഗർ പൗഡർ കുറച്ചായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. മൊത്തത്തിൽ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ആഡ് ചെയ്യാതിരിക്കുക. ഒന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം നമ്മൾ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലോണം സോഫ്റ്റായി കേക്ക് കിട്ടും. ഇതുപോലെ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ചായിട്ട് ഷുഗർ പൗഡർ ആഡ് ചെയ്യുക. ഫുള്ളായിട്ട് അങ്ങോട്ട് ഇടാനായിട്ട് നിൽക്കരുത്. എപ്പോഴും നമ്മൾ കുറച്ചായിട്ട് തന്നെ ആഡ് ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് വാനില എസൻസ് ആഡ് ചെയ്യണം. നമ്മൾ വാനില എസൻസ് ഫസ്റ്റ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിനി വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ആ മൂടിൻ്റെ വാനില എസൻസിൻ്റെ മൂടിയിൽ ഒരു മൂടി ഞാൻ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നമ്മൾ കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്രീം പരുവമായിട്ട് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് എഗ്ഗിൽ യെല്ലോ കളർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ബാറ്റർ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബാറ്റർ റെഡിയായി കിട്ടും. നമ്മൾ കുറേ നേരം ബീറ്റ് ചെയ്യുന്ന സമയം നമുക്ക് വേണ്ട. കുറച്ച് നേരം മതി, നമുക്ക് പെട്ടെന്ന് തന്നെ കേക്കിനുള്ള ബാറ്റർ റെഡിയായി കിട്ടും. ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ തന്നെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ കുത്തി ഇളക്കാൻ പാടില്ല. എല്ലാ ഭാഗത്തും അങ്ങനെ ഇളക്കാനായിട്ട് പാടില്ല. നമ്മൾ മെല്ലെ ഒരു ഭാഗത്ത് മാത്രം ഇളക്കി വരിക. അങ്ങനെ മാത്രമേ നമുക്ക് കേക്ക് സോഫ്റ്റായി കിട്ടുള്ളൂ. നമ്മൾ കുറേ കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. കുക്കറിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായി എയർ ബബിൾസ് വരും. ആ എയർ ബബിൾസ് പോയില്ല എങ്കിൽ കേക്കിൻ്റെ ഇടയിലൊക്കെ എയർ ബബിൾസ് നടന്നു നിന്നിട്ട് കേക്ക് ചിലപ്പോൾ പൊന്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അതെന്തായാലും മറക്കണ്ട. അത് നല്ലതൊരു ഐഡിയ ആണ്. കേക്കിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്ക് ഇങ്ങനൊരു ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നതിന് ശേഷം നമ്മൾ അത് മൂടി വെച്ചതിന് ശേഷം നമ്മൾ
വേവിക്കാനായിട്ട് വെക്കണം. നിങ്ങളുടെ ഫ്ലെയിമിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് നിങ്ങൾ വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ കേക്ക്. അപ്പോൾ എൻ്റെ കുറച്ച് നേരം എടുക്കുന്നുണ്ട്, 40-45 മിനിറ്റിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾ വെക്കാൻ നോക്കുക. കേക്ക് ആവുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ കേക്കിൻ്റെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ബൗളും ക്രീം അടിക്കുന്ന ബൗളും ബീറ്ററിൻ്റെ വിസ്കും ഞാൻ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ബൗളും വിസ്കും ഒന്ന് തുടച്ചു കൊടുക്കണം ടിഷ്യൂ വെച്ചിട്ട്. കാരണം വെള്ളമൊന്നും നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പറ്റില്ല, നല്ല ഡ്രൈ ആയിരിക്കണം. എന്നതിന് ശേഷം ഞാനിപ്പോൾ 1.5 കപ്പാണ് ഞാനിപ്പോൾ കേക്കിന് ക്രീം എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ക്രീം എടുത്തതിന് ശേഷം നമ്മൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എനിക്ക് കട്ട് ചെയ്ത് പോയി. സോ നിങ്ങളത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മധുരം പോരായെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തിരിക്കുന്നത് 3 ടീസ്പൂണാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ക്രീമിന് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാൻ 3 ടീസ്പൂൺ ചേർത്ത സമയത്ത് എനിക്ക് പഞ്ചസാര മതിയായിരുന്നു. നമുക്ക് ഓവർ മധുരം ആയാലും കേക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. സോ നമ്മൾ അതിലേക്ക് മധുരം ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ കേക്ക് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അതിലൊന്നും ടൂത്ത് പിക്കിൽ ഒട്ടി നിൽക്കുന്നില്ല എങ്കിൽ അത് നന്നായിട്ട് വെന്തു എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം മാത്രം നമ്മളത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഇപ്പോൾ ഞാനത് മാറ്റാനായിട്ടൊരു കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് സൈഡൊന്ന് വിട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ബട്ടർ പേപ്പർ ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റ് തന്നെയാണ്, ഹാർഡൊന്നുമല്ല. നമുക്ക് ഇതിപ്പോൾ കേക്കിൻ്റെ താഴ്ഭാഗമാണ്, ഇതാണ് നമ്മുടെ മുകൾ ഭാഗം. കേക്ക് നല്ല സോഫ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് 3 ലെയറായിട്ടാണ് കിട്ടിയത്. ഇനി നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് ക്രീം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് ലെയർ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡ് കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഷുഗർ സിറപ്പും ക്രീമൊക്കെ തേക്കുന്ന സമയത്ത് എനിക്ക് ആ പൊട്ടിയതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കേക്ക് നല്ലോണം പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്, ഒരു ഭംഗി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഷുഗർ സിറപ്പ് ആവശ്യത്തിന് കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ലെയറിൽ കേക്കിൽ ക്രീം തേച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു പൈപ്പിംഗ് ബാഗിലാണ് ക്രീം വെച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെയറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ക്രീം എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. എന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഐസിങ് നൈഫ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ക്രീം എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ക്രീം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ കേക്കിൽ ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിലും ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് സെക്കൻഡ് ലെയറിൽ ഇതേപോലെ തന്നെ ചെയ്യുക. സെക്കൻഡ് ലെയറിൽ നമ്മൾ അതേപോലെ തന്നെ പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ അതിന് മേലെ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഐസിങ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഐസിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ തേർഡ് ലെയറും വെച്ചിട്ട് ഷുഗർ സിറപ്പ് ആക്കുക. എന്നതിന് ശേഷം നമ്മൾ ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്യുക. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ക്രീം സെക്കൻഡ് ലെയറിലൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് നിറയെ വെക്കുക. നമ്മൾ ലാസ്റ്റത്തെ ലെയറിൽ വെക്കുന്ന സമയത്തും ഒരുവിധം ക്രീം വെക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ നമ്മൾ തേർഡ് ലെയർ വെക്കുകയാണ്. തേർഡ് ലെയർ വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കേക്ക് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്, കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷം നമ്മൾ കേക്കിനുള്ള ഡോള് നമ്മളിതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ
യെല്ലോ ക്രീം വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്, ഫ്ലവർ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ യെല്ലോ വെച്ചിട്ട് ഇതുപോലെ ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്, 2 സൈഡിലും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അവസാനത്തെ സ്റ്റേജിൽ കേക്ക് നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. ഡെക്കറേഷൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്, ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ തന്നെ ഞാൻ ഇനി ഇടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.